അപ്പം അഖിലേട്ടൻ എന്നെ ഇഷ്ടമല്ല അല്ലേ? കുക്കു, ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക്. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ നിന്റെ വീട്ടുകാർക്ക് എന്നൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ നശിപ്പിക്കില്ല. പിന്നെ എന്തിനാ അഖിലേട്ട ഈ അഭിനയം? ഞാൻ വീട്ടിൽ പറയാം എനിക്ക് അഖിലേട്ടനെ മതിയെന്ന്. വേണ്ട, അതൊന്നും വേണ്ട. ശിവേട്ടനും മീരച്ചിക്ക് എൻ്റെ മേലൊരു വിശ്വാസമുണ്ട്. ചെറുപ്പത്തിൽ നിന്റെ കൈ പിടിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നും അതിനൊരു കോട്ടം തട്ടിയിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. ശരിയാ, അഖിലേട്ടന് പറയൊരു ന്യായമുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ അഖിലിനോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു തമാശയായി കണ്ടിരിക്കുക. ഇടയ്ക്ക് വീണ്ടും പറഞ്ഞപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെതാണെന്ന് പറഞ്ഞു. പക്ഷെ അഖിലേട്ടൻ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് അഖിലേട്ടനെ ഇഷ്ടമാണെന്ന് തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. കുക്കു, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കുക. നിനക്കിപ്പോൾ വന്ന കല്യാണാലോചനയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശിവേട്ടനും മീരച്ചിയാണ്. അവർക്ക് നീ ഒറ്റ മോളാ. അവരുടെ സന്തോഷം നീ തള്ളിക്കെടുത്തരുത്. ഒരാങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം നടത്തുന്ന അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞു. കുക്കു, നീ എന്നെ സമ്മതിക്കണം. അഖിലേട്ടൻ, ഞാൻ ഇനിയൊന്നും പറയണ്ട, എല്ലാം സമ്മതിച്ചാൽ മതി, വേറൊന്നും പറയണ്ട. പിറ്റേ ദിവസത്തേക്കുള്ള പായസത്തിന് വേണ്ട തേങ്ങ പിഴിയാനിരിക്കുമ്പോഴായിരുന്നു കൂട്ടുകാരൻ വിപിയുടെ വിളി. ഡാഗിലെ, നീ എവിടെയാ? നീ ഒന്ന് പുറത്തേക്ക് വാ. ഡാ, ഞാനിവിടെ പണിയില്ല. തേങ്ങ പിഴിയാനല്ലേ, അതവിടെ വെക്ക്, ഞാൻ വരാം, നമുക്കൊന്നും ചെയ്യാം. ഫോൺ കട്ട് ചെയ്ത് അടുത്തിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു. ചേട്ടാ, ഞാനിപ്പോൾ വരാം കേട്ടോ. മോനെ പോവല്ലേ, വേറെ ആരുമില്ല. ഞാൻ പെട്ടെന്ന് വരാം, പോയില്ല. ശാന്തമായി കിടക്കുന്ന കല്യാണ വീട് മുമ്പിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് ശ്രദ്ധിച്ച് ബാൽക്കണിയിൽ നിന്ന് തന്നെ നോക്കുന്ന അവളെ. മുറ്റത്തെത്തി അവളോടായി ചോദിച്ചു, എന്താ കുക്ക്, ഉറങ്ങിയില്ലേ? നാളെ രാവിലെ എണീക്കണ്ടല്ലേ, ഉറങ്ങിക്കോ. അഖിലേട്ടൻ പോവാണോ? അല്ല, ഞാനിപ്പോൾ വരാം. വന്നതൊന്ന് മുകളിലേക്ക് വരണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറുപടി പറയാൻ പുറത്തേക്ക് ഇറങ്ങി അഖിൽ ബിബിയുടെ അടുത്തേക്ക് പോയി. എത്ര നേരമായി നിൽക്കുന്നു, എന്തെടുക്കായിരുന്നു നീ? ഞാനവിടെ കുറച്ച് പണിയിലായിരുന്നു. സാധനം കിട്ടിയോ? ആ കിട്ടി. അതല്ലേ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. നീ വാ. രണ്ടെണ്ണം അടിച്ചിട്ട് ആ തേങ്ങ കൂടി പിഴിയാനുള്ളതാ. വിപിന് ഒഴിച്ചു നൽകിയ ഗ്ലാസ് ഒറ്റവലി കാലിയാക്കി അഖിൽ തുടർന്നു. പെട്ടെന്ന് നോക്ക്. എടാ അഖി, എന്താടാ നിനക്കൊരു ടെൻഷൻ പോലെ? എനിക്കെന്ത് ടെൻഷൻ? കുറച്ച് ദിവസമായിട്ട് ഉറക്കൊഴിക്കുന്നു, അതിൻ്റെ ക്ഷീണ. ഡാ, 10-27 കൊല്ലമായില്ലേ ഞാൻ നിന്നെ കാണുന്നു. എന്താണ് കാര്യം? കുക്ക് പോകുന്നതിൽ നല്ല വിഷമമുണ്ടല്ലേ നിനക്ക്? നീ അത് വിട്, അടുത്തൊഴിക്ക്. ഞാൻ വിട്ടു. നിന്റെ മോൻ കണ്ടപ്പോൾ ചോദിച്ചു പോലെടാ കോപ്പേ. കല്യാണം വീട്ടിലേക്ക് കയറിയത് തന്നെയും കാത്തിരിക്കുന്ന കുക്കുവിനെ കണ്ടത് അഖിൽ പറഞ്ഞു. ഡാ, നീ അപ്പുറത്തേക്ക് വിട്ടോ, ഞാനിപ്പോൾ വരാം. മുകളിൽ തന്നെയും കാത്തിരിക്കുന്ന കുക്കുവിൻ്റെ അടുത്ത് ചോദിച്ചു. നീ എന്താ ഉറങ്ങാത്ത? സമയത്രേ? നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ? അത് ആകിയേട്ടാ, ഞാൻ. എന്താടി നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? എന്താ നിനക്ക്? എൻ്റെ പൊട്ടബുദ്ധിയിൽ എന്തൊക്കെയോ തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അഖിലേട്ടനെ, അതുകൊണ്ടാ. നീ അതൊന്നും വീട്ടിലേ വെക്കൂ. ഞാനെല്ലാം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ, പിന്നെന്താ ഇപ്പോൾ? അറിയില്ല അഖിലേട്ടാ, നാളെ മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോവുകയാണ്. എൻ്റെ ശരീരം മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ, മനസ്സിലെന്നും അഖിലേട്ടനായിരിക്കും. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നാളെ നിന്റെ കഴുത്തിൽ താലി ചേർത്തുന്നത് നിന്റെ ഭർത്താവാണ്. മനസ്സിലായ അയാൾക്കാണ് ആ സ്ഥാനം കൊടുക്കേണ്ടത്. എനിക്കറിയില്ല അഖിലേട്ടാ, എനിക്ക് പറ്റുന്നില്ല. കുക്കു, ഇതൊക്കെ ശിവേട്ടൻ അറിഞ്ഞ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും കേൾക്കേണ്ട. അഖിലേട്ട ഇപ്പോൾ വിളിച്ചാൽ ഞാൻ കൂടെ വരും. ഞാൻ വല്ലതും പറയും കേട്ടോ. പോയി കൊണ്ടുവന്നറിയിക്കേ. എന്നിട്ട് രാവിലെ എണീറ്റ് നല്ല കുട്ടിയായിട്ട് വാ. മനസ്സിലുള്ളൊക്കെ മായ്ച്ചറിഞ്ഞേക്കും, പറയുന്നത് വേണ്ട. എന്തിനാ അഖിലേട്ട ഈ അഭിനയം? നീ പോയി ഉറങ്ങിക്കേ, ഞാൻ പോകുന്നു, നീ കുറച്ച് പണിയുണ്ട്. ഡാ അഖിലേ, മോനെ എഴുന്നേറ്റേ. കുറച്ചുകൂടെ കഴിയട്ടെ അമ്മേ. ഡാ, വിബി വന്നിട്ടുണ്ട്. കുക്കുവിൻ്റെ കല്യാണം മുടങ്ങി, എന്തോ പ്രശ്നമുണ്ട്, നീ വേണീറ്റ്. എന്താ പറഞ്ഞേ? ചാടി എണീറ്റ് ചോദിച്ചു. നീ വേഗം അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് കാര്യം എന്താണെന്ന് നോക്ക്. പുറത്തേക്ക് ഇറങ്ങിയതും വിബിയെ കണ്ടപടി ചോദിച്ചു. എന്താ ഉണ്ടായത്? അതൊക്കെ പറയാം, നീ വേഗം വാ. നീ കാര്യം പറ. ആ പയ്യനാൾ വെറും കൂതറയാ. നീ എന്താണ് തെളിച്ചു പറയടാ. ഞാൻ ഇന്നലെ അവിടുന്ന് വീട്ടിലെത്തിയതും അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന. അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവരെ കണ്ടത്. ആരെ കണ്ടത്? ആ പയ്യനെയും കൂട്ടുകാരെയും. ആ പയ്യൻ ഡ്രഗ് അഡിക്റ്റാ. കല്യാണാഘോഷത്തിന് കൂടിയപ്പോൾ കുറച്ച് ഓവറായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടു ഞാൻ ശിവേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നെ വിളിക്കാതിനടാ നിനക്ക്? നിന്നെ വിളിച്ചാ നിന്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. കല്യാണം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മരണ വീടിന് തുല്യമായിരുന്നു അവിടെ. മുന്നിൽ തളർന്നിരിക്കുന്ന ശിവന്റെ അരികിലെത്തി. ശിവേട്ടാ. അഖിലേ, എന്താ ശിവേട്ടപ്പം ചെയ്യുക? എനിക്കറിയില്ല മോനെ, എന്താ ചെയ്യേണ്ടത്. മോളാകെ തകർന്നിരിക്കുക. നമുക്ക് വേറെ ഏതെങ്കിലും ചെറുക്കിനെ ഒന്ന് അന്വേഷിച്ചാലോ ശിവ? അടുത്തിരിക്കുന്ന കാർന്നോട് ശിവന്റെ അടുത്തേക്ക് വന്നു. ഈ അവസാന നിമിഷം ഇപ്പം എവിടെ പോയി അന്വേഷിക്കാനാ? ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ കുറേ പേര്, നമുക്കൊന്ന് അന്വേഷിക്കാം. എന്താ ശിവ, എന്താ നിന്റെ അഭിപ്രായം? എൻ്റെ മോൾക്ക് ഇഷ്ടമാവണം, അവളോട് ചോദിച്ചിട്ട് മതി, വേറൊരു ആലോചന. ശിവേട്ടാ, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. നിങ്ങൾ കുക്കുവിനെ വിളിക്കും, അവളുടെ ലൈഫല്ലേ, അവൾ തീരുമാനിക്കട്ടെ. എന്തായാലും നീ പറയുന്നു, ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ ശരിയാവൂ.
നല്ലൊരു ചെക്കനെ കണ്ടെത്തി മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തിയില്ലേ വേണ്ടത്? വേണ്ടേട്ടാ, അഖില് പറഞ്ഞാണ് ശരി. ഞാൻ കുക്കുവിനെ ഇങ്ങോട്ട് വിളിക്കാം. അവളുടെ അഭിപ്രായം പറഞ്ഞിട്ട് മതി ബാക്കി. ശിവൻ കുക്കുവിനെ പുറത്തേക്ക് വിളിച്ചു. കരഞ്ഞു കളങ്ങിയ കണ്ണുകളുമായി പുറത്തേക്ക് വന്ന അവൾ നിസ്സഹായതയോടെ എല്ലാവരെയും നോക്കി. നാട്ടിലെ കാർന്നവരെന്ന് തോന്നിക്കുന്ന ഒരാൾ മുന്നോട്ട് വന്ന് അവളോടായി പറഞ്ഞു, മോളെ കുക്കു, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താമെന്നാ എല്ലാവരും പറയുന്നു. മോളുടെ അഭിപ്രായം എന്താ? അച്ഛൻ്റെ ഇഷ്ടംപോലെ തീരുമാനിച്ചു ചേട്ടാ, എനിക്കൊന്നിനും എതിർപ്പില്ല. ദയനീയമായൊരു നോട്ട് അഖിലിനെയും ശിവനെയും നോക്കി അകത്തേക്ക് പോകുന്ന കുക്കുവിനെ വിബി വിളിച്ചു. കുക്കു ഒന്ന് നിന്നേ. ശിവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വിബി, പറഞ്ഞോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ് ഈ കുക്കുവിനെ നീ കെട്ടാന്നാണോ പറയുന്നത്? ഏയ് അല്ല, നമ്മുടെ അഖിലിനെ കൊണ്ട്. അവരാകുമ്പോൾ ചെറുപ്പം മുതൽ അറിയാം. മാത്രമല്ല അവർക്ക് പരസ്പരം ഇഷ്ടമാണ്. ഡാ, എന്തൊക്കെയാ നീ പറയുന്നത്? അഖിൽ വിബിയുടെ അടുത്തേക്ക് ഓടിക്കയറി. അഖിലേ, ശിവേട്ട, നിനക്ക് കുക്കുവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ? ശിവേട്ട, അവൻ വെറുതെ കുക്കുവിനെ കെട്ടാൻ നീ തയ്യാറാണോ? അതറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ശിവേട്ട, അതിപ്പോൾ അവളോട് ചോദിക്കാതെ. നിനക്കറിയുന്ന പോലെ അവൾ വേറെ ആർക്കും അറിയില്ലല്ലോ. വന്നൂടെ, ഇവിടുത്തെ ഒരു അംഗമായി. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ ഓക്കെയാ. കല്യാണം കഴിഞ്ഞ് പടിയിറങ്ങവേ അവളോടായി പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ട അവരെ ദൈവം എങ്ങനെയും ഒന്നിപ്പിക്കും അല്ലേടി? എന്നിട്ടാണോ കേട്ടാ സമ്മതമാണ് ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ നിന്ന് ചാടി കയറി ഓക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് വിലയടി എനിക്ക് ഉണ്ടാവുക? സമ്മതമല്ലെന്ന് ഞാൻ പറയുന്നതിനൊരു പേടി. ചെറുപ്പം മുതൽ ചേർത്ത് പിടിച്ച ഈ കൈ വിട്ടുകളയാൻ തോന്നിയില്ല. അതല്ലേടി ഞാൻ ഓക്കെ പറഞ്ഞ്. അഖിലിന്റെ വലം കൈ അവിടെ ഇടം കൈ ഒന്നുകൂടെ മുറുകി.